എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കത്ത് വിവാദത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും നിയമക്കുരുക്കും ഒഴിവാക്കാൻ കെ.പി.സി.സി നീക്കം വിജയന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന് കെ.പി.സി.സി ഉപസമിതി അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. എൻ.എം. വിജയന്റെ വീട്ടിലെത്തിയാണ് ഉപസമിതി കൂടിക്കാഴ്ച നടത്തിയത്. കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് എത്തിയതെന്നും ആരോപണ വിധേയരിൽ നിന്ന് വിവരം തേടുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എൻ.എം. വിജയന്റെ മരണത്തിന് ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയ കെ.പി.സി.സി നേതൃസംഘം രാവിലെ ഡി.സി.സി ഓഫീസിൽ യോഗം ചേർന്ന ശേഷമാണ് സുൽത്താൻ ബത്തേരിയിലെ എൻ.എം. വിജയന്റെ വീട് സന്ദർശിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ 4-അംഗ സമിതിയുടെ സന്ദർശനത്തിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിക്കുന്നതായിരുന്നു ശേഷമുള്ള കുടുംബത്തിന്റെ പ്രതികരണം. എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. അച്ഛൻ വിശ്വസിച്ച പാർട്ടി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കാമെന്ന് ഇവർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതും സാമ്പത്തികത്തിന്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് ഇവര് ഇനിയും നമ്മളെ കൂടെ നിൽക്കുന്ന ഉറപ്പ് തന്നിട്ടുണ്ട്. കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് എത്തിയതെന്നും കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായും സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ കുടുംബത്തെ കൂടെ നിർത്തുന്നതിലും വിശ്വാസത്തിലെടുക്കുന്നതിലും ചില വീഴ്ചകളുണ്ടായെന്ന് സമിതി അംഗം സണ്ണി ജോസഫ് എം.എൽ.എ സമ്മതിച്ചു. കെ.പി.സി.സി ആണ് തീരുമാനിക്കേണ്ടത്. ഐ.സി. ബാലകൃഷ്ണൻ മാറ്റി നിർത്തിയാൽ അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാന്ന് തെളിയിച്ചാൽ അദ്ദേഹത്തിന് ആ സ്ഥാനം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഐ.സി. ബാലകൃഷ്ണൻ അടക്കം ആരോപണ വിധേയരെ മാറ്റി നിർത്തിയല്ല പാർട്ടി അന്വേഷണമെന്നും പോലീസിന്റെയും വിജിലൻസിന്റെയും അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും ഉപസമിതി പറഞ്ഞു. അതേസമയം ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്ന LDF ഇന്ന് നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈകിട്ട് 7:30 സുൽത്താൻ ബത്തേരി നഗരത്തിലാണ് LDFന്റെ നൈറ്റ് മാർച്ച്. മീഡിയ 1 വയനാട്.